ഹലോ, ഗുഡ് മോർണിംഗ്. രാധാസ് ഫാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ കഥ നോക്കാം. അപ്പോൾ നമ്മുടെ വർഷേനെ ഒരുക്കാണ് വർഷയുടെ അമ്മ. അപ്പോൾ പറയും ഇങ്ങനെയൊക്കെ ഒരുക്കി വിടണം എന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് മോളെ. പക്ഷേ അപ്പോഴേക്കും നീ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചില്ലേ എന്നങ്ങനെ പറയാണ് വർഷയുടെ അമ്മ. മതി അമ്മേ, ഞാൻ ഒരുങ്ങി അങ്ങോട്ട് വന്നോളാം. അമ്മ ഇനിയിപ്പോൾ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, വേണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയാണ്. നീ വേഗം വരണം, ശ്രുതിയുടെ ചടങ്ങാണ് ആദ്യം, അത് കഴിഞ്ഞിട്ടാണ് നിൻ്റെ. അപ്പോൾ ശ്രുതിയുടെ ചടങ്ങിനും നീ കൂടണം എന്ന് പറയണം. ആയിക്കോട്ടെ അമ്മ, അമ്മ പോയിക്കോളൂ, ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് പറയാൻ കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി നല്ല ഭംഗിയിൽ ഒരുങ്ങി നല്ല നല്ല രസമായിട്ട് ഒരുങ്ങി നിൽക്കണം. അപ്പോൾ ബെഡിൽ മുഴുവൻ അവളുടെ ആഭരണങ്ങളൊക്കെ ഇങ്ങനെ ആഭരണപ്പെട്ടിയിൽ നിരത്തി വെച്ചിരിക്കുക. അപ്പോൾ മീര പറയുന്നത്, ശ്രുതി നിനക്ക് ഈ സാരി നന്നായി ചേരും കേട്ടോ, ഇപ്പോൾ ശരിക്കും ഒരു കല്യാണപ്പെണ്ണിനെ പോലെ തന്നെ ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ പറയും. ഉള്ള കല്യാണത്തിന് ഒഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെടാപ്പാട് പെടുകയാണ് ഇവിടെ കിടന്നിട്ട് എന്നിങ്ങനെ ശ്രുതി പറയാണ് കേട്ടോ. അപ്പോൾ പറയും, പിന്നെ ഇനി എന്താ ചെയ്യുക, നീ പിന്നെ അച്ഛനെ കാണാൻ, അച്ഛൻ പറഞ്ഞാൽ അച്ഛൻ വരാതിരിക്കുന്ന പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ സച്ചിനെ ഇളക്കി വിടണം. അപ്പോൾ നീ പറഞ്ഞ ആൾ വരുമോ എന്ന് ചോദിക്കുക. അപ്പോൾ സച്ചിക്ക് വെള്ളം, അതായത് മദ്യപിച്ചിട്ട് അവനെ കൊണ്ട് പ്രശ്നം ഉണ്ടാക്കിക്കുക എന്നാണ് ഇവരുടെ പ്ലാൻ. അപ്പോൾ പറയും അതൊക്കെ വരും, അയാൾ പോകുന്നു എന്നറിയാം, നീ ഒന്ന് വിളിച്ച് നോക്കുക, അയാൾ എവിടെ എത്തിയെന്ന് അറിയാലോ, അയാൾക്ക് അറിയില്ലേ മണ്ഡപം എവിടെയെന്ന് അറിയില്ലേ എന്നൊക്കെ ചോദിക്കും ശ്രുതി. അതൊക്കെ അറിയാമെന്ന് അറിയാം, എന്നാലും നീ ഒന്ന് വിളിക്കുക, അല്ലെങ്കിൽ അപ്പോൾ വിളി തുടങ്ങും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ വിളിക്കുകയാണ് നമ്മളുടെ ശ്രുതി. പിന്നെ മീര വിളിക്കുകയാണ് അയാളെ കേട്ടോ. അപ്പോൾ അയാൾ കേൾക്കുമ്പോൾ അയാൾ കാറിലിങ്ങനെ വരിക, വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് അയാൾ വരുന്നത്. അപ്പോഴാണ് മേഡം വിളിക്കുന്നത് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നത്. അപ്പോൾ പറയും, മേഡം ഇതാ ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, പിന്നെ നിങ്ങൾ പറഞ്ഞിട്ടുള്ള മദ്യം, പക്ഷേ ഈ സച്ചിയുടെ ബ്രാൻഡ് ഏതാണെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഏതാണ്ട് ഒരുവിധം എല്ലാ ബ്രാൻഡും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, കാറ് ഞാനൊരു മിനി ബാറാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ സച്ചിനെ കുടിപ്പിച്ച് പിന്നെ കടത്തണ കാര്യം ഞാൻ ഏറ്റു, കച്ചറ ഉണ്ടാക്കാനല്ല, അതൊക്കെ ഞാൻ ഏറ്റു പറയും. അപ്പോൾ പറയും നിങ്ങൾ തന്ന കാശ് തികഞ്ഞിട്ടില്ല, ഇനിയും കുറച്ചും കൂടെ കാശ് വേണം എന്നിങ്ങനെ പറയുകയാണ് അയാൾ. അപ്പോൾ പറയും നിങ്ങൾ പൈസയുടെ കാര്യമൊന്നും നിങ്ങൾ അറിയേണ്ട, നിങ്ങൾ പെട്ടെന്ന് പറഞ്ഞ പണി ആദ്യം ചെയ്യുമെന്ന് പറയും. മേഡം വിഷമിക്കൊന്നും വേണ്ട, ഞാനിപ്പോൾ മണ്ഡപത്തിക്കേറും വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല, അല്ല ഒരു ബുദ്ധിമുട്ടില്ല, ഞാനിപ്പോൾ എൻ്റെ എത്താം എന്ന് പറയുകയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കുകയാണേ. അപ്പോഴേക്കും പിന്നെ ശ്രുതിയോട് പറയുന്നുണ്ട്, പിന്നെ അയാൾ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, അയാൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാം റെഡിയാക്കിയിട്ടാണ് വരുന്നത് അറിയും, എന്നാലേ ഉള്ളൂ അച്ഛൻ വന്ന് പോയി എന്ന് പറയാൻ പറ്റുക. പിന്നെ നിൻ്റെ അമ്മയമ്മ നിൻ്റെ അച്ഛൻ ഇനിയും ഒരുപാട് സ്വർണവും പണമൊക്കെ കൊണ്ടുവരുമെന്നും പറഞ്ഞിട്ടാണ് ഈ ഇരിക്കുന്നത് എന്ന് പറയുകയാണ് മീര. പറയാം എല്ലാവരും അങ്ങനെ പേടിക്കുക, ഞാൻ ഇനി എന്ത് ചെയ്യും, എനിക്കൊന്നും അറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ ശ്രുതി. അപ്പോൾ പറയും, പിന്നെ അവർക്കാണെങ്കിൽ എത്ര പൈസ കിട്ടിയാലും മതിയാവണില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയും എന്താ ചെയ്യാമെന്ന് എനിക്കും അറിയില്ല ശ്രുതി, എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളതിൽ തന്നെയാണ് അവർ. അത് കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ കാണാം, പിന്നെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, അടുത്തടുത്ത് ഇങ്ങനെ ഇരിക്കുക. പറയും നിങ്ങളൊന്നും മിണ്ടില്ലേ എന്ന് വയ്ക്കുമ്പോൾ അറിയും. അപ്പോഴേക്കും സച്ചിയുടെ വേറൊരു ഫ്രണ്ട് വരും, വേറെ വന്നിട്ട് സച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, സുഖം തന്നെ വയ്ക്കുമ്പോൾ അങ്ങനെ ആംഗ്യം കാണിക്കണം. അപ്പോൾ നീ എന്തൊന്നും മിണ്ടാണ്ട് ഒക്കെ ആക്ഷൻ കാണിക്കുന്നത് എന്ന് വയ്ക്കും. അപ്പോൾ പറയും അറിയും. അപ്പോൾ എന്ത് പറ്റി വയ്ക്കും, അല്ല ഈ ചടങ്ങ് മംഗളമായി നടക്കാൻ വേണ്ടി സച്ചിയേട്ടൻ മൗനവ്രതം എടുത്തിരിക്കുകയാണ് എന്നറിയും. അതെയോ, അതെന്തായാലും നന്നായി എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോകുന്നത്. ശരിയടാ കാണാൻ എന്നിട്ട് അയാൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. അതിൽ സച്ചിയും രേവതിയും കൂടെ നിന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംസാരിക്കുക വെച്ചാൽ മീൻസ് ഇങ്ങനെ ഇതാക്കുകയാണ്. അപ്പോൾ പറയും നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറയുമെന്നറിയും. അപ്പോഴേക്കും പിന്നെ എന്താണ് രേവതിയുടെ രേവതിയിലല്ല വർഷയുടെ അമ്മ ഒരു തട്ടത്തിൽ ഈ തുളസിമാലയും കൊണ്ട് വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ പിന്നാലെ എന്താണ് ശ്രീകാന്തിൻ്റെ, അതായത് സച്ചിയുടെ അമ്മ റോസാപ്പൂമാലയും കൊണ്ടും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ എന്താണ് തുളസിമാല കാണുമ്പോൾ മഹിമ അറിയും, ഇത് ഞങ്ങൾക്ക് ഇങ്ങനെയാണ്, ഞങ്ങളുടെ ഇതിൻ്റെ ചടങ്ങ് ഇങ്ങനെയാണ്, തുളസിമാല ഇട്ടിട്ട് വേണം ഞങ്ങൾക്ക് ചടങ്ങിൽ പെൺകുട്ടി മണ്ഡപത്തിലേക്ക് വരാൻ, അത് ഞങ്ങളുടെ ഒരു ആചാരമാണ് എന്ന് പറഞ്ഞിട്ട് അയമ പോവും. അതിൻ്റെ പിന്നാലെ പറയും ഇതാണ് ഞങ്ങളുടെ ആചാരം എന്നും പറഞ്ഞിട്ട് മറ്റേ ചന്ദ്രയും വരും. അതിൽ മറ്റേ എന്താ പറയുക, സച്ചിങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടാവാൻ പോകുകയെന്ന് പറയുമ്പോഴേക്കും ആൾക്കാരൊക്കെ കൂടെ പെട്ടെന്ന് ഓഡിറ്റോറിയത്തിൽ നിന്ന് അങ്ങോട്ട് ചാടി നിൽക്കുകയാണ്. ഭൂകമ്പം എവിടെ പറയുമ്പോൾ അയ്യോ ഭൂകമ്പം എന്നല്ല, പൂവിൻ്റെ കമ്പൊടിഞ്ഞു പോയ കഥയാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ഇവൻ ഉറക്കിയാണ് പറയുന്നത് ഭൂകമ്പം ഉണ്ടാവുകയെന്ന്. അപ്പോൾ ആൾക്കാരെ വെച്ചാൽ അവിടെ ഭൂകമ്പം ഉണ്ടാവാൻ പോവുകയാണെന്നാണ്. അവിടുന്ന് ഇപ്പോൾ രേവതിയെ തിരിച്ചു, അങ്ങനെയല്ല പൂക്കമ്പം എന്നാണ് പറഞ്ഞത്, നിങ്ങൾ കേട്ടെടുത്ത് തെറ്റിയതിരിക്കും, ഒരു കുഴപ്പമില്ല പറഞ്ഞിട്ട് രേവതി എല്ലാവരും പിടിച്ചിരുത്തും. അപ്പോൾ പിന്നെ രേവതി അപ്പോൾ പറയുകയാണ് സച്ചിയോട്, നിങ്ങളൊന്നും മിണ്ടാതെ
മിണ്ടാതിരിക്കുക നല്ലത്. ഒന്നും മിണ്ടിയപ്പോൾ തന്നെ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിൽ നല്ലത് ഒന്നും മിണ്ടാതിരിക്കുക നല്ലത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിക്കുകയാണേ. അത് കഴിഞ്ഞിട്ട് നിങ്ങളെന്താ പറഞ്ഞപ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കണക്കൂട്ടുക, നിങ്ങളെന്താ വായുവിൽ ചിത്രം വരയ്ക്കുക, നിങ്ങളെന്താ ഈ ചെയ്യണേ എന്ന് ചോദിക്കും. അപ്പോൾ പറയും ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറയും. ഇപ്പോൾ എന്ത് പ്രശ്നം എന്നറിയും, ഇത് രണ്ടുപേരും കൂടെ വർഷയുടെ അടുത്തേക്കാണ് പൂക്കളും കൊണ്ട് പോയിരിക്കുന്നത്. നിന്ന് ആ പെണ്ണ് ആകെ ബുദ്ധിമുട്ടുന്ന കാര്യമാണ്, രണ്ടാളും വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയും. അപ്പോൾ എന്താ നീ കണ്ടോ, കുറച്ച് കഴിയുമ്പോഴേക്കും നിനക്ക് കാണാമെന്നറിയും. അങ്ങനെ ആദ്യം മഹിമ ഈ തുളസിമാലയും കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ പറഞ്ഞിട്ട് പറയും, മോളെ ഇത് ഈ മാല അഴിഞ്ഞിട്ട് വേണം നീ സ്റ്റേജിലേക്ക് വരാമെന്ന് പറയും. അതിൻ്റെ പിന്നാലെ പിന്നെ ചന്ദ്രയും ചെല്ലും. ചന്ദ്ര റോസ് പൂമാലയും കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പോൾ നീ ഈ മാല അണിഞ്ഞിട്ട് വേണം സ്റ്റേജിലേക്ക് വരാമെന്ന് പറയും. അപ്പോൾ അത് ശരിയാവില്ല ചന്ദ്ര, ഇത് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആചാരമാണ്, ഞങ്ങളുടെ നാട്ടിലെ ആചാരമാണ്, ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ പിന്നെ അഭിമാനം, അപ്പടിയെന്ന് മഹിമ പറയും. അത് ചന്ദ്രയും വിട്ടുകൊടുക്കില്ല. ഇത് ഞങ്ങളുടെ ആചാരം, ഞങ്ങളുടെ ആചാരത്തിൽ വേണം ഞങ്ങളുടെ മരുമകൾ പന്തലിക്ക് ഇറങ്ങാമെന്ന് പിന്നെ ചന്ദ്രയും പറയും. അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര തർക്കമാവും. അവർ അത് പറ്റില്ല എന്ന് ചന്ദ്രയും പറയും, അങ്ങനെ പറ്റില്ല ഇങ്ങനെ ചെയ്യണമെന്ന് മഹിമയും പറയും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാൽ ഇവളാകെ പെടും. നമ്മുടെ വർഷം ആകെ പെട്ടിരിക്കുക. ഇതിലിപ്പോൾ ആരെ വാക്ക് കേൾക്കണം, മോളെ നീ എൻ്റെ മോളാണ്, നമ്മളുടെ പിന്നെ വീടിൻ്റെ അന്തസ്സ് കേൾക്കേണ്ടത് നീയാണ്, അപ്പോൾ കൊണ്ട് നീ ഇത് തന്നെ ഇട്ടിട്ട് വേണമെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും, അത് പറ്റില്ല മോളെ, നീ എൻ്റെ മരുമകളാണ്, എൻ്റെ മകൻ്റെ ഭാര്യയാണ്, അപ്പോൾ ഞാൻ പറയുന്നത് കേൾക്കണം എന്ന് പറയും. അങ്ങനെ അവർ തമ്മിൽ അടിയാവുകയാണ് കേട്ടോ. അടി മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കമാവുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ സച്ചിയൊക്കെ അങ്ങനെ പ്ലാൻ ചെയ്യാം, ഇപ്പോൾ അവിടെ നല്ല അടി അടക്കൊന്ന് രസമാവും കാണാൻ, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സച്ചി. അപ്പോൾ നീ ഇപ്പോൾ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിഞ്ഞ് നോക്കുകയാണ് നമ്മുടെ സച്ചി. അതിൽ പറയും, നിങ്ങളെന്ത് ചെയ്യും നോക്കും തുടങ്ങിയപ്പോൾ എന്താ അവിടുന്ന് ബഹളമൊന്നും കേൾക്കേണ്ടതാണല്ലോ. അപ്പോൾ പറയും, ആ പെണ്ണീനെ ഇട്ടുന്ന എല്ലാവരും കൂടെ ശരിക്കും കഷ്ടപ്പെടുത്തുന്നൊക്കെ ഇങ്ങനെ സച്ചി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവസാനം വർഷയും ചന്ദ്രയും പിന്നെ വർഷ ആകെ നടുകടലായി, ആരും ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ചന്ദ്രയും മഹിമയും കൂടെ വഴക്കായി, നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ മൂത്ത മകളുടെ ചടങ്ങ് നടത്താൻ ഞാനല്ലേ സമ്മതിച്ചത് എന്ന് പറയും. അപ്പോൾ പറയും, അതിനിപ്പോൾ എന്താ, അതുകൊണ്ട് ഞാൻ പറയേണ്ടത് നിങ്ങൾ കേൾക്കണം എന്ന് പറയും. അപ്പോൾ പറയുന്നത്, എല്ലാ ഇതും നിങ്ങൾക്ക് ഈ ചടങ്ങ് നടത്താൻ നിങ്ങളല്ലേ എല്ലാം മുൻകൈ എടുത്തത് എന്നൊക്കെ, ഞങ്ങളല്ലേ എല്ലാം മുൻകൈ കൊടുത്തത് എന്നൊക്കെ ഇങ്ങനെ പറയും. അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചുകൊണ്ടാണല്ലോ ഈ ചടങ്ങ് നിങ്ങൾ നടത്തുന്നതെന്ന് ചന്ദ്രയും പറയും. അപ്പോൾ പറയും, നിങ്ങൾക്കൊന്നും അറിയേണ്ടി വന്നില്ല, ഞങ്ങളെല്ലാം എല്ലാം ചെയ്ത് വയ്ക്കുമ്പോൾ ഓഹോ ഇതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലിരിപ്പ് എന്ന് ചന്ദ്ര. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന അവസാനം നമ്മളുടെ വർഷം പറയണം നിർത്താൻ പറയും, സ്റ്റോപ്പിറ്റ് എന്ന് പറയും. അപ്പോൾ പറയും, നിങ്ങൾക്ക് എന്താ ഇപ്പോൾ വേണ്ടതെന്ന് വയ്ക്കും, നിങ്ങൾ രണ്ടുപേരും എന്താ ഇങ്ങനെ. അപ്പോൾ പറയും, ഈ മാല ഞാൻ അണിയല്ലേ വേണ്ടുള്ളൂ, ശരി ഞാൻ മാല അണിയാം, പക്ഷേ പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെ ഇവിടെ ഒരു തർക്കം ഉണ്ടാവരുത് എന്നിട്ട് വർഷം എന്ത് ചെയ്യും, ആദ്യം പിന്നെ തുളസി മാല എടുത്ത് അണിയുമ്പോൾ ചന്ദ്ര അങ്ങനെ മഹിമ അങ്ങനെ ചന്ദ്ര ഇങ്ങനെ നോക്കും. അപ്പോൾ ചന്ദ്ര ആകെ വിഷമിച്ച പോലെ നിൽക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു മാലയും കൂടെ പിന്നെ ഈ ഇത് റോസാപ്പൂ മാലയും എടുത്തണിയും. ആവശ്യത്തിന് ഇപ്പോൾ തന്നെ സ്വർണ്ണം കൂടുതലാണ്, അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഈ മാലയും കൂടെ കിടക്കട്ടെ എന്നിപ്പോൾ ആർക്കും പരാതിയില്ലല്ലോ എന്നൊക്കെ അങ്ങനെ പറയാണ്. അങ്ങനെ വർഷം അത് സോൾവ് ചെയ്യാണ്, അവരുടെ തമ്മിൽ അങ്ങനെ വർഷം സോൾവ് ചെയ്യാണ്. 2 മാലയും കൂടെ കഴുത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും നമ്മളെ സച്ചിക്ക് ഇരിക്കപ്പുറത്തില്ലാണ്ടായിരുന്നു. എന്താണ് ഇനിയിപ്പോൾ അവിടെ നടക്കാൻ പോണതെന്ന് അറിയില്ലല്ലോ, അടി ഇനിയിപ്പോൾ 2 കൂട്ടരും ആരും അപ്പോൾ രേവതിയോട് പറയുന്നുണ്ട്, നിനക്കറിയില്ല എൻ്റെ അമ്മയുടെ സ്വഭാവം, എൻ്റെ അമ്മ ഒട്ടും വിട്ടുകൊടുക്കില്ല, അമ്മ പിടിച്ച മുയലിനെ 4 കൊമ്പെന്ന് പറഞ്ഞിരിക്കുന്ന ആളാണ് അമ്മ, പിന്നെ മഹിമയല്ലേ അവർ അത്രയും മോശമൊന്നും അല്ല എന്ന് കണ്ടെടുത്തോളം എന്ന് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആരുടെ ഭാഗം ജയിക്കാമെന്ന് നമുക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ നോക്കുമ്പോൾ കാണാം രവിയും അശോകനും കൂടി ഇരുന്ന് സംസാരിക്കണം. അപ്പോൾ ഇങ്ങനെ അച്ഛ കൈ കൊണ്ട് ഇങ്ങനെ കൈ കാണിക്കും. അപ്പോൾ രവി നോക്കില്ല, ഉറക്കാച്ചാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് സച്ചി. അതിൽ പെട്ടെന്ന് രവി വയ്ക്കുമ്പോൾ എന്താ മോനെ വയ്ക്കുമ്പോൾ ഇങ്ങോട്ട് വാച്ചാന്ന് പറയും. അപ്പോൾ അശോകനോട് പറഞ്ഞിട്ട് വാ രവി സച്ചി വിളിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാളും കൂടെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോഴേക്കും അശോകനും രവിയും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോഴേക്കും സച്ചിയും രേവതിയും കൂടി സച്ചിയിട്ട് എന്താ ഈ കാണിക്കുന്നത് വെച്ചാൽ രേവതി പിറകെ നടക്കുന്നുണ്ട്. അപ്പോഴേക്കും സച്ചിയും കൂടി അങ്ങോട്ട് സച്ചിയും രേവതിയും കൂടി രവിയുടെ അടുത്തേക്ക് ചെല്ലുക. അപ്പോൾ അവരിങ്ങനെ ഇതിൽ നിൽക്കുകയാണ്, മണ്ഡപത്തിൻ്റെ നടുക്കുള്ള വഴിയുണ്ട് പാസേജിൽ, അവിടെ നിൽക്കുകയാണ്. അപ്പോഴേക്കും പറയുക, അച്ഛാ ഇപ്പോൾ ഇവിടെ നല്ലൊരു അടി നടക്കാൻ പോകുന്നു. അപ്പോൾ എന്താ പ്രശ്നം വയ്ക്കും. അപ്പോൾ അമ്മയും മഹിമാൻ്റെയും കൂടിയിട്ടുണ്ട് മാലയും കൊണ്ട് ചെന്നിട്ട്, അപ്പോൾ ആരെ മാല ഇടുക, അതിൻ്റെ മുകളിൽ ഇവിടെ പ്രശ്നം ഉണ്ടാവാൻ പോണത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ കാണാമെന്നറിയാം. അപ്പോൾ കാണാൻ ചന്ദ്രയും ഭാമിയും കൂടെ, ഭാമി ഉണ്ടാവും ചന്ദ്രേൻ്റെ വാലായിട്ട് കേട്ടോ. അവർ രണ്ടാളും പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട്. അമ്മ തോറ്റു തോന്നുന്നു, അതാ പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടെന്ന് പറയും. അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കാണാം വർഷേനെയും കൂട്ടി, വർഷം 2 മാലയൊക്കെ കഴുത്തിലിട്ടിട്ട് പിന്നെ അങ്ങോട്ട് നടന്ന് വരുന്നു.
അപ്പോൾ ആകെ സത്യാകാന്തം വിട്ട് നിൽക്കുന്നത് എന്തപ്പോൾ ഇത് സംഭവിച്ചതെന്നറിയാതെ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ചെമ്മനീർ പൂവിൻ്റെ കഥ. അപ്പോൾ ആരും മിസ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ രാധാസുമിലി കിച്ചൻ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കുറേ കഥകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, ക്ഷമിക്കുക. എല്ലാവർക്കും ശുഭദിനം, നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരുടെയും നല്ല സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കട്ടെ. ഭഗവാന്റെ കരുണ എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.